അവിടുന്ന് കൈയെടുക്കണതാ നല്ലത് നിങ്ങൾക്ക്. ഞാൻ ഉറങ്ങിയ മാതിരി അഭിനയിച്ചൊന്നും വേണ്ട. ചെറിയ അടിച്ചാൻ പൊളിച്ചു. ഞാൻ വല്ല കാര്യം ഞാൻ പറയാം. കുറച്ചു നേരമായി മൂപ്പരെ പിടിച്ച കുറച്ചു നേരമായി ഉറങ്ങണ പോലെ അഭിനയിച്ചിട്ടേ കൊറേ നേരമായി. പെട്ടതള്ളാനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചണ്ട. എന്റെ മൂണ്ടടിച്ചാ പൊളിച്ചു. ഞാൻ എന്റെ കാര്യം ഞാൻ പറയാ. മൂപ്പര് പിടിക്കുക എന്താ? ഞാൻ അറിഞ്ഞിങ്ങനെ വെച്ചത്. അറിഞ്ഞാട്ടനല്ലേ വെച്ച്? അതറിയാലോ. നിങ്ങൾക്ക് അറിയില്ലേ അത് തെറ്റാണെന്ന് അറിയില്ലേ? ചെയ്ത് തെറ്റല്ലേ? അറിയാലോ. ഇത് ചെയ്താണെന്നുണ്ടെങ്കിൽ ചെയ്തതാണെന്ന് തന്നെ പറഞ്ഞടാ. അറിയാപ്പോ അറിയാ. എനിക്കൊരു മകനുണ്ടല്ലോ. മകനോട് പറയണോ? അപ്പൊ സത്യം തന്നെയാണ്. മകനും വിചാരിക്കല്ലേ ഇങ്ങനെ സത്യതല്ലേ? എനിക്ക് അതേ പറയാളൂ. എന്ത് വെള്ളം ചെയ്യാൻ എനിക്കൊന്നും ചെയ്യണ്ട. നിങ്ങൾ എന്ത് എനിക്ക് ചെയ്തിട്ട് ഇനി വേറൊരാളോട് ഞാൻ ചെയ്യാന്നാ മതി. എന്നാ നിങ്ങൾക്ക് നല്ലത്. ഇന്നാണ് നിങ്ങളെ ഈ കളിന്റെ അവസാനം. പെടേണ്ട സ്ഥലത്ത് തന്നെയാണ് പെട്ടത്. മനസ്സിലായോ? മനസ്സിലായോ? 51 വയസ്സുണ്ട്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കേസ് അത് വെള്ളം കുടിച്ചു പോയി. ശരിയാ. ഞാൻ അറിയാതെ ഇങ്ങനെ വന്നു പോയി. അറിയാതെ എന്താ ശരിക്കും എന്താ? ഞാൻ അറിഞ്ഞിങ്ങനെ വെച്ചത്. അറിഞ്ഞാട്ടനല്ലേ വെച്ച്? അതറിയാലോ. വലിയ ഇറക്കാനൊക്കെ അല്ലേ? സുധീർ നാടോടെ എന്താണ്? ചേർത്തല. പൂച്ചാക്കര ചേർത്തല ഇറങ്ങിയിട്ട് എറണാകുളത്ത് ഇറങ്ങിയിട്ട് ചേർത്തല വെച്ചു. എന്നിട്ട് പൂച്ചാക്കര. നിങ്ങള് പിന്നെന്തിനാ അമ്മായി സത്യൊക്കെ വെച്ചേ? ജീവിതത്തിൽ ആദ്യം ഇങ്ങനെ സംഭവം അതാണ്. ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത് താൻ പറഞ്ഞപ്പോഴേ അറിയാം. ഓ ആണോ? ഇപ്പൊ നേരത്തെ പറഞ്ഞേ? ക്ഷമിക്കുന്ന മിണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിഞ്ഞു? അത് അതിന്റെ മുന്നേ നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണ് ചെയ്തത്? അത് പറയാ. ഞാനിപ്പോ എന്താ പറയാ? താൻ പറ. ഞാൻ എന്ത് വേണം ചെയ്യും. എന്ത് വേണം പറ. എന്റെ തജ്ജിയെ കേസ് കുടിക്കുക എന്തും ചെയ്യും. കേസും കൊടുക്കണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ മേലാളി പരിപാടി ഉറപ്പല്ലേ? മകനോട് വിളിച്ചു പറയണോ? അല്ലെങ്കിൽ മകന് എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? ഡിഗ്രി കഴിഞ്ഞു. അതായത് എന്റെ പ്രായം. എന്റെ പ്രായമുള്ള മകൻ ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടണേ. ക്ഷമിച്ചു മാത്രമേ. അതൊക്കെ നമുക്ക് തീരുമാനിച്ചത്. കുട്ടോളി.